ഇവരുടെ കൂട്ടുകാരുടെ ഒത്തുകൂടലുണ്ടല്ലോ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഫ്രണ്ട്സ് എല്ലാം പരസ്പരം ചോറൊക്കെ വാരി കൊടുക്കുന്നു അങ്ങനെ. പക്ഷെ എനിക്ക് ഇന്ന് മലയാള മനോരമയിലെ അതിപ്രശസ്തമായിട്ടുള്ള കോമഡി പ്രോഗ്രാം സ്റ്റേജിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടസ്റ്റൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അടുത്ത് വന്ന കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരു KSRTC കണ്ടക്ടറായിരുന്നു. അപ്പോൾ അവരുടെ ഇൻട്രൊഡക്ഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് വേദിയിലിരിക്കുന്നുണ്ട്. അപ്പോൾ ജഡ്ജിൽ ഒരാൾ ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം വീട്ടിലെങ്ങനെയാണ്. വൈഫ് ഇത് കേൾക്കാത്ത പാതി അവരൊരു കാര്യം പറയുന്നുണ്ട്. അവരുടെ മനസ്സിൽ പുകയുന്ന ഒരു 3-4 സംശയങ്ങളാണ് അവർ ആ വീഡിയോയിൽ ചോദിച്ചത്. ഇത്രയും കാലം അവർ മനസ്സിൽ അടക്കി വെച്ചിരുന്ന സംശയം ഇങ്ങനെ ഒരു പൊതുവേദി, ഭർത്താവ് മത്സരിക്കുന്ന ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് ആ ഭാര്യ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾ ആ ഭാര്യയ്ക്ക് നേരിട്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എനിക്കും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ചോദിക്കാനുള്ളത്. കാരണം ഇവിടെ വെച്ച് ചോദിച്ചാലേ അതിന് കറക്റ്റ് മറുപടി പറയാം. വീട്ടിൽ വെച്ച് ചോദിച്ചു കഴിഞ്ഞാലേ എങ്ങനെയെങ്കിലും ഒക്കെ എന്തെങ്കിലും കാര്യം എസ്കേപ്പ് ആക്കി. എന്റെ കാര്യം റിയാലിറ്റി ഷോ ജഡ്ജാണോ? ജഡ്ജിയല്ല കേട്ടോ. ഞാൻ ചോദിച്ചോട്ടെ. തർക്കപരിഹാരം എന്തുവാ ആദ്യത്തെ ചോദ്യമേ, എന്റെ പേര് ചേട്ടന്റെ ഫോണിൽ എങ്ങനാ സേവ് ചെയ്തിരിക്കുന്നത്? ഭാര്യ ആര്യ എന്നാണ് എന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത്. ആ, ഭാര്യ ആര്യ. അതെന്തിനാണ് അങ്ങനെ? ഭാര്യ ആര്യ എന്ന് പറയുമ്പോ വേറെ വല്ല ഭാര്യമാര് നിലവിലുണ്ടോ? വേറെ ആര്യ ഉണ്ടാവും. അല്ലെങ്കിൽ വേറെ ഭാര്യ മാറായിരിക്കും. ഒരുപാട് വേറെ ഭാര്യ അല്ലേ ചേച്ചി? ഒരുപാട് ആര്യമാരുള്ളതുകൊണ്ട് നമ്മള് കൺഫ്യൂഷൻ അടിക്കാതിരിക്കാൻ ഒരുപാട് ഭാര്യമാരോ? ഒരുപാട് ആര്യമാരെന്നാ പറഞ്ഞു. ഒരുപാട് ആര്യമാരുള്ളതുകൊണ്ട് ഞാനടുത്തിന് ഒരുപാട് ഭാര്യമാരെന്നായിരുന്നു. അപ്പൊ അത് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടി ഭാര്യ ആര്യ. ഇപ്പം KSRTC അവർ ചോദിക്കുന്ന ഒന്നാമത്തെ സംശയം ന്യായമല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അവരുടെ പേര് ഭർത്താവിൻ്റെ ഫോണിൽ ഭാര്യ ആര്യ എന്ന് ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്? സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമല്ലേ? ഒന്നുമില്ലെങ്കിൽ നമ്മൾക്ക് എന്തായാലും അയാൾക്ക് ഒരു ഭാര്യയാണ്, ഒരാൾക്കൊരു ഭാര്യ എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു കൾച്ചർ. അപ്പം തീർച്ചയായിട്ടും അയാൾക്ക് ആ ഭാര്യയുടെ സ്ഥാനത്ത് ഒന്നുമില്ലെങ്കിൽ വൈഫ്, അതല്ലെങ്കിൽ ഭാര്യ. ഈ ഭാര്യ ആര്യ എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ആ സ്ത്രീ ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? അപ്പോൾ വേറെയും ഭാര്യമാരുണ്ടാവാൻ ചാൻസ് ഉണ്ടോ? അത് സ്വാഭാവികം തന്നെയാണ്. ഇനി വേറെ ആര്യമാരാണോ ഉണ്ടാവാൻ ചാൻസ് എന്ന് ജഡ്ജിമാരിൽ ഒരാൾ പറയുമ്പോൾ ഇയാൾ സമ്മതിക്കുന്നുണ്ട്. അതെ, ഒരുപാട് ആര്യമാരുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ തീർക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഭാര്യ ആര്യ എന്നുള്ളത് അടിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു ഭർത്താവ് ഫോൺ വാങ്ങുമ്പോൾ ആദ്യമായിട്ട് ഭാര്യയുടെ നമ്പർ അയാൾ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ അയാൾ ഒരു പേര് വെച്ചിട്ടുണ്ടാവുമല്ലോ. അത് ഭാര്യയെന്നോ അല്ലെങ്കിൽ ആര്യെന്നോ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അയാൾ ഇതിങ്ങനെ ഒരുപാട് ആര്യമാരുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം അയാൾ ഭാര്യയുടെ പേര് ഭാര്യ ആര്യ എന്നാക്കി. ഒരു വൈഫ് എന്ന് അടിച്ചിടുന്നതിന് പകരം വൈഫിൻ്റെ കൂടെ പേര് ചേർത്തത് ഇങ്ങനെ കൺഫ്യൂഷൻ തീർക്കാനാണെന്ന് അയാൾ പറയുന്നുണ്ട്. എന്തായാലും അവരുടെ ആ അടുത്ത സംശയം ഉണ്ടല്ലോ, അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. അടുത്ത ദിവസം ഞാൻ ഈ യൂണിഫോം കഴിയപ്പോഴേ 3-4 നീളമുള്ള മുടിയഴ കണ്ടു. അപ്പൊ അത് ചേട്ടന്റെ തലയിൽ മുടി ഒട്ടും പൊതുവേ ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ഈ മുടിയഴ വന്നേന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. ഞാൻ പോകുന്നില്ലല്ലോ ഡ്യൂട്ടിക്ക്. തിരക്കാകുമ്പോ നമ്മള് പെണ്ണുങ്ങളുടെ കൂടെ ഒക്കെ പോകുമ്പോ സ്വാഭാവികമായിട്ടും മുടി അവരുടെ മുടിയും പറിച്ചെടുത്തോണോ? അല്ല, മുടി. ഇനി രണ്ടാമത്തെ സംശയം മുടിയിഴകളെ പറ്റിയിട്ടാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് KSRTC കണ്ടക്ടർ എന്നുള്ളത് എനിക്ക് ബസ്സിൽ ഉടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നീളമുള്ള മുടിക്കാരികളായിട്ടുള്ള സ്ത്രീകളുടെ മേലിൽ നിന്ന് പറ്റിയതാവാം. സത്യം പറഞ്ഞാൽ ഈ സ്ത്രീയോട് ഏറ്റവും അധികം സഹതാപം തോന്നുന്നതാണ്. എല്ലാവരും ഇവരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിമർശിച്ച് തെറിയും പറഞ്ഞിട്ടാണ് അടിയിൽ കമൻറ്റ്. പക്ഷേ ഈ സ്ത്രീ നോക്കൂലേ, സ്വന്തം ഭർത്താവിൻ്റെ ഷർട്ടിൽ നിന്ന് 3-4 മുടിയിഴകൾ കണ്ടിട്ടും അവരിത്രയും അതിങ്ങനെ അടക്കി പിടിച്ച് ഇത്രയും വർഷക്കാലം അയാളോട് അത് ചോദിച്ചിട്ടില്ല. അയാളുടെ മുഖഭാവത്തു നിന്ന് തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു നോർമലായിട്ടുള്ള ഒരു ലൈഫിൽ വിദ്യാഭ്യാസമൊന്നും അധികം ഇല്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരു ഭാര്യയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന അയാളതിനെ ചൂലുകൊണ്ടോ പാത്രം കൊണ്ടോ അടി കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് ആരുടെ മുടിയാണെന്ന് ചോദിച്ചിട്ട്. പ്രത്യേകിച്ച് ഒരു ഇത്തിരി നാട്ടുമ്പുറത്തുകാരി അല്ലെങ്കിൽ സംശയരോഗക്കാരിയൊക്കെ ആണെങ്കിൽ പറയണ്ട. ഈ ഭാര്യ അതൊക്കെ സപ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വേദിയിൽ വന്നപ്പോൾ മാത്രമാണ് അവരത് ചോദിച്ചത്. അയാൾ അതിന് പറയുന്ന മറുപടി അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് ആയിരിക്കാം. അത് അല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. 4 മുടികൾ കണ്ടാൽ തീർച്ചയായിട്ടും സ്ത്രീകളുള്ള വണ്ടിയിൽ പോകുന്നതല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു സംശയ നിവൃത്തിയും വന്നു കേട്ടോ. ഇനി അടുത്ത സംശയം അവർ ചോദിക്കുന്നത് നമുക്കൊന്ന് കാണാം. ഇനി ഇവരുടെ കൂട്ടുകാരുടെ ഒത്തുകൂടലുണ്ടല്ലോ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഫ്രണ്ട്സ് എല്ലാം പരസ്പരം ചോറൊക്കെ വാരി കൊടുക്കുന്നു അങ്ങനെ. പക്ഷെ എനിക്ക് ഇന്ന് അവരൊരിച്ചിരി ചോറ് പോലും വാരി തന്നിട്ടില്ല. അതെന്താന്ന് എനിക്കൊന്ന് അറിയണം. അതായത് ഭർത്താവ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുമ്പോൾ അതിന്റെ പ്രോഗ്രാമിലൊക്കെ വേറെ സ്ത്രീകളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക്
ഭക്ഷണം വാരി കൊടുത്ത് കാണുന്നു. ശരി, അവർക്കൊരു പിടി ഒരു ചോറോ അല്ലെങ്കിൽ ഒരു ഉരുള ചോറോ ഒരു ഇഡലിയോ ഒരു ദോശയോ ഒന്നും വായിൽ കൊടുക്കാൻ തോന്നിയിട്ടില്ല. പക്ഷെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ഭാഗമായിട്ട് പണ്ടത്തെ നമ്മുടെ ക്ലാസ്മേറ്റ്സിനെയൊക്കെ കാണുമ്പോൾ, അതിൽ പ്രത്യേകിച്ച് പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിലിരിക്കുന്നതിനെ കിണറ്റിൽ എറിയാം എന്നുള്ള ആറ്റിറ്റ്യൂഡായിട്ട് നടക്കുന്ന ഒരു കോഴി ഭർത്താവിന് തീർച്ചയായിട്ടും പുതിയതായിട്ട് കിട്ടുന്ന ആ വേദി ഉണ്ടല്ലോ, ഭാര്യയുടെ ശല്യമില്ലാതെ എന്നാൽ പെൺസുഹൃത്തുക്കളുടെ കൂടെ ആർമാദിക്കാൻ പറ്റുന്ന ആ വേദിയിൽ അവർക്ക് വായിൽ ഇത്തിരി ബിരിയാണിയോ ഒരു കഷ്ണം കേക്കൊക്കെ കുത്തി തള്ളി കൊടുക്കണതിന് ഇപ്പോൾ എന്താ തെറ്റ് എന്നാണ് അടിയിൽ ചോദിക്കുന്നത്. പക്ഷേ അതൊരു ഭാര്യയുടെ വീട് നോക്കുമ്പോൾ, അവരെ വെച്ച് നോക്കുമ്പോൾ അയാൾ അവരോട് യാതൊരു കെയറിങ്ങും കാണിച്ചിട്ടില്ലേ. പനി വരുമ്പോൾ പോലും ഒരു ടീസ്പൂൺ കഞ്ഞി അവരുടെ വായിൽ എറിഞ്ഞു കൊടുക്കാത്തവൻ ഏതോ ഒരു പെണ്ണ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം പണ്ടെങ്ങോ ഒപ്പം പഠിച്ച ആ പെൺകുട്ടികളുടെ വായിലേക്ക് കേക്കും ബിരിയാണിയൊക്കെ കൊടുക്കുമ്പോൾ ഏത് ഭാര്യയായാലും സംശയിച്ചു പോയില്ലേ. എന്തുകൊണ്ട് എനിക്ക് അവർ തന്നിട്ടില്ല. അതൊരു ഭാര്യയുടെ നിസ്സഹായാവസ്ഥ, വ്യക്തമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ അത്ര വലിയ മിങ്കിൾ ചെയ്തിട്ടുള്ളൊരു സംസാരമില്ല. വീട്ടിൽ എന്തുകൊണ്ട് ഈ 3 ചോദ്യങ്ങളും, എന്തുകൊണ്ട് ഇവരെ ഈ വേദിയിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്തു, വേദിയിലേക്ക് എന്തിനു കൊണ്ടുവന്ന് അയാളെ അപമാനിച്ചു എന്നാണ് ചോദ്യം. ഒരു ഭാര്യ ഇത്രയും വർഷക്കാലം ഇയാളുടെ മേലിൽ നിന്ന് മുടിയിഴകൾ കിട്ടുന്നു, ഇയാൾ ഭാര്യ ആര്യ എന്ന് ഫോണിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, വേറെ ബാല്യകാല സുഹൃത്തുക്കളായിട്ടുള്ള ഇപ്പോഴത്തെ സഹപാഠികളുടെ സംഗമത്തിൽ അയാൾ ഭക്ഷണം അവരുടെ വായിൽ കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടുള്ള സംശയത്തിൽ ഇയാളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ആ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ തീർന്നേനെ. അതിൽ യാതൊരു വക സംശയവുമില്ല. നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്, എന്തിനാണ് ഇവരുടെ വായിലൊക്കെ ഭക്ഷണം വെച്ച് കൊടുക്കുന്നത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം പോലെ ആ ഭാര്യയ്ക്കില്ല. അതിൻ്റെ പ്രധാന കാരണം ഇയാളാണ് ആ വീടിൻ്റെ ഒരു ബ്രെഡ് വിന്നർ, അവിടുത്തെ ഏണിംഗ് മെമ്പർ ഇയാളാണ്. ഇയാളൊരു ഗവൺമെൻറ് ജോലിക്കാരനാണ്. ഇവർക്ക് വർക്കില്ല എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നില്ലല്ലോ. അപ്പോൾ അതന്നെ അവരുടെ ഭാഗത്തുള്ളൊരു ഫോൾട്ടാണ്. അവർ ഡ്യൂട്ടിക്ക് പോവാതെ ഇയാളുടെ ഷർട്ടും ട്രൗസറും തിരുമ്പി പിള്ളേർക്ക് ഭക്ഷണം വെച്ച് കൊടുത്ത് വീടിൻ്റെ ഉള്ളിൽ ഒരു ഇൻകം ഇല്ലാതെ അല്ലെങ്കിൽ ഇൻകം ഏൺ ചെയ്യാതിരിക്കുക. ഈ ഇൻകം സോഴ്സ് ഒന്നുമില്ലാത്തൊരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആ ഒരു ആൺപൊരുമയുണ്ടല്ലോ, അതായത് ഞാൻ കൊണ്ടുവന്നിട്ട് എല്ലാവരും ഭാര്യ കഴിക്കണു എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ നിന്നാണ് നീ അത്ര വലിയ കാര്യങ്ങളൊന്നും അറിയണ്ട എന്നുള്ളൊരു മനോഭാവം. തീർച്ചയായിട്ടും ആ പാവം സ്ത്രീ ഒരു പക്ഷേ അയാളോട് ചോദിക്കുന്നുണ്ടാവും, എന്തിനാ ചേട്ടാ ഈ ഭാര്യ ആര്യാന്നൊക്കെ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കണേ, അതല്ലെങ്കിൽ എന്താ ചേട്ടാ ഈ മുടി ഇതാരുടെയാണ്, അതും അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനൊക്കെ ഇങ്ങനെ ഈ സ്ത്രീകളുടെ വായിൽ ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കണേ എന്നൊക്കെ ആ സ്ത്രീ ചോദിക്കുന്നുണ്ടാവും. നീ ഒന്നും അറിയണ്ട, ഒന്നും മിണ്ടായിരുന്നേ. അതായത് വീടിൻ്റെ യാതൊരു വക ഏണിങ്ങും ഇല്ലാത്ത, കയ്യിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാത്ത, അവളുടെ കയ്യിൽ 5 പൈസയില്ല, അവളവിടെ കിടന്നോളും എന്നുള്ളൊരു ഒരു തണ്ടിൻ്റെ ഭാഗമായിട്ട്, ഒരു അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അയാൾ അതിന് മറുപടി കൊടുക്കാത്തത്. ആ മറുപടി ഇയാളുടെ വായിൽ നിന്ന് ഈ വേദിയിലെങ്കിലും വീഴണമല്ലോ. ഇത്രയും ജഡ്ജസൊക്കെ ഉള്ള ആ ഒരു വലിയ വേദിയിൽ വെച്ചിട്ടെങ്കിലും അയാളുടെ ആ ഒരു വായിൽ നിന്ന് ആ ഒരു സംശയ നിവൃത്തി ഉണ്ടാവണമെന്ന് ആ ഭാര്യ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അവരത് മനഃപൂർവ്വം ഇത് ഉണ്ടാക്കാനായിട്ട് ചെയ്തതോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അത്രയും മിങ്കിൾ ചെയ്യുന്ന ഭാര്യയും ഭർത്താവൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ എക്സ്പ്രഷനൊക്കെ വേറെ മനസ്സിലാവും. തീർച്ചയായിട്ടും ഇവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുള്ള ഭാര്യ ഭർത്തൃ ബന്ധം തന്നെയാണ്. ഒരകൽച്ചയോടുകൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ പ്രധാന കാരണം ഞാൻ പറഞ്ഞല്ലോ, ഭാര്യയ്ക്ക് മതിയായ വരുമാനമില്ല. അത് പിന്നെ എങ്ങനെ ഞാൻ വേദിയിൽ വെച്ചായാലും പിടിക്കും എന്നുള്ള ആ ഒരു അവസരം ഭാര്യ മുതലാക്കി. ഇതിൻ്റെ അടിയിൽ വന്ന ചില കമൻറ്റുകൾ നമുക്ക് വായിച്ചു നോക്കാം കേട്ടോ. ഒരു കമൻറ്റ് ഇതായിരുന്നു, ഇങ്ങനെ ഒരു വേദി ഇല്ലായിരുന്നെങ്കിൽ ഈ സംശയമൊക്കെ ഇവരെ ഇവിടെ വെച്ച് തീർക്കുന്നത്. സത്യസന്ധമായിട്ടുള്ളൊരു കമൻറ്റ് തന്നെയാണത്. ഇങ്ങനെ ഒരു വേദി ഇല്ലായിരുന്നെങ്കിൽ ഇവർ ഈ സംശയം ഉള്ളിൽ കൊണ്ട് നടന്ന് നമ്മളുടെ ഈ കുടുംബജീവിതത്തിലുണ്ടാകുന്ന ശൈഥില്യത്തിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും പരസ്പരം സംസാരിച്ച് തീർക്കുന്നില്ല. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അതിങ്ങനെ പ്രായം കൂടുന്തോറും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്കിത് ചോദിക്കാനുള്ളൊരു ഇവർക്കറിയാം. അത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉടായ്പ പറഞ്ഞാൽ അവർ പറയുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് ഈ വേദിയിൽ വെച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഞാനിത് വീട്ടിൽ വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉടായ്പ പറഞ്ഞാൽ ആൾ തടി തപ്പും. വേദിയിലാവുമ്പോൾ കുറച്ചും കൂടി സത്യസന്ധമായിട്ടുള്ള റിപ്ലൈ കിട്ടുമെന്നുള്ള ആ ഒരു ഇതിൽ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തെറ്റുമല്ല. ഇവർ ഈ വേദി ഇല്ലായിരുന്നെങ്കിൽ എവിടെ വെച്ച് തീർക്കില്ല. അവരുടെ മനസ്സിനുള്ളിൽ അത് നീറി പുകഞ്ഞ് എന്നും ഒരു അഗ്നിയായിട്ട് തന്നെ നിൽക്കും. ഇനി അടുത്ത കമൻറ്റ്, ബുദ്ധികുറവുള്ള സ്ത്രീ ഭാര്യയും ഭർത്താവും തമ്മിൽ തീർക്കേണ്ട പ്രശ്നം ഇങ്ങനെ പൊതുവേദിയിൽ അലക്കണു എന്നുള്ള രീതിയിൽ. അവർ ബുദ്ധിയുള്ള സ്ത്രീയാണ്. ഭാര്യയും ഭർത്താവും തീർക്കേണ്ട പ്രശ്നം വീട്ടിലാണെന്ന് ചിന്തിക്കേണ്ടത് ആ പുരുഷനാണ്. ആ ഭാര്യയുടെ ചെറിയ സംശയത്തിന് പോലും ക്ഷമയോട് കൂടിയിട്ട് അതിൻ്റെ മറുപടി കൊടുക്കാനുള്ളൊരു ബാധ്യത ഈവൻ അയാളാണ് ആ വീട് കൊണ്ട് നടക്കണമെങ്കിൽ പോലും ഭാര്യ ഭർത്തൃബന്ധം, അവർക്കുണ്ടായ കുഞ്ഞുങ്ങൾ, അതിൻ്റെയൊക്കെ ഏറ്റവും ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഭാര്യ തന്നെയാണ്. അപ്പോൾ ഭാര്യയ്ക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്.
അതിങ്ങനെയൊക്കെയാണ് ഇതിങ്ങനെയൊക്കെയാണ് എന്ന് നല്ല രീതിയിൽ അവരുടെ സ്വകാര്യ നിമിഷത്തിൽ അവളത് സ്വാതന്ത്ര്യത്തോടു കൂടി ചോദിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അവൾക്ക് ഉണ്ടാവുക, അത് നല്ല രീതിയിൽ മറുപടി കൊടുക്കാനുള്ള മനസ്സ് ഭർത്താവിന് ഉണ്ടാവുക, അത് രണ്ടും ഉണ്ടായെങ്കിൽ അവരുടെ കിടപ്പറയിൽ ആ ചോദ്യം ഒതുങ്ങി അതിൻ്റെ ഉത്തരവും കിട്ടി അവർ സന്തോഷം അവർ സമാധാനത്തോടു കൂടി ജീവിച്ചേനെ. ഇങ്ങനെ ഒരു പൊതുവേദിയിലേക്ക് വരേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പൊതുവേദിയിൽ അത് എന്താ പറയുക, പബ്ലിക് അലക്കുകളിൽ തല്ലി വെളുപ്പിക്കുന്ന പോലെ ആ ഭാര്യ അത് വെളുപ്പിച്ചതിൽ യാതൊരു വക തെറ്റും പറയാനില്ല. നമ്മളുടെയൊക്കെ ഈ ജീവിതത്തിൽ നമ്മളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവർ ഏൺ ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ കഴിക്കുമ്പോഴത്തെ ഒരു 90% ഭർത്താക്കന്മാരുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്. ഇവൾ ഇത്രയൊക്കെ അറിഞ്ഞാൽ മതിയെന്ന്, കൂടുതൽ അറിയുമ്പോൾ ആരാ ഇവൾ വല്ലതും ഉണ്ടാക്കുന്നുണ്ടായി കുടുംബത്തിൽ, ഞാനല്ലേ തിന്നാൻ കൊണ്ടുവരുന്നത്. ആ ഒരു ആൺപൊരുമയുടെ ആ ഒരു ശബ്ദമാണ് അവരെ ഇത്ര നാളും ഇങ്ങനെയുള്ള 3 ചോദ്യങ്ങളുമായിട്ട് അവരുടെ മനസ്സിൽ തിക്കുമുട്ടി കിടന്നിരുന്ന ചോദ്യങ്ങളാണ് ഇങ്ങനെ ഒരു വേദി വന്നപ്പോൾ അത് പറഞ്ഞ ഭാര്യ എന്തൊക്കെ ഹൈ സൊസൈറ്റിയിൽ നിന്ന് വന്ന സ്ത്രീ ആയാലും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഇതാ ഇങ്ങനെ ഭർത്താവ് വേറൊരു സുഹൃത്തിൻ്റെ ബാല്യകാല സുഹൃത്തായിട്ടുള്ള സ്ത്രീയുടെ വായയിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു വീഡിയോ കണ്ട ആരായാലും അയാളുടെ ചെകിട്ടത്തിന് 2 കൊടുക്കും. ഈ സ്ത്രീ ആയതുകൊണ്ട് അത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചെരുപ്പൂരി 2 കൊടുക്കും. കാരണം ഇയാൾ ഈ സ്ത്രീയോട് ഇതൊന്നും ചെയ്യാറില്ല. യാതൊരു വക പരിഗണനയില്ലാത്തൊരു ദാമ്പത്യം, ഭാര്യയ്ക്ക് പരിഗണന കൊടുക്കാത്ത ദാമ്പത്യം തന്നെയാണ് ഈ പൊതുവേദിയിൽ ഇങ്ങനെ തല്ലി വൃത്തിയാക്കപ്പെട്ടത്. ഇനിയോട് പരിഗണന കാണിച്ച അവൾ അതിനർഹയാണെന്ന് വിചാരിക്കാത്ത ഭർത്താവും, എന്നാൽ ഭർത്താവിനോട് ഇത് രഹസ്യമായി ചോദിച്ച് അങ്ങനെ ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യാനായിട്ട് അവിടെ യാതൊരു വക ഗ്രൗണ്ട്സും ഇല്ലാത്ത നിസ്സഹായമായിട്ടുള്ള ഭാര്യയും തമ്മിലുള്ള ഈ പോര് ഈ വേദിയിൽ നിന്ന് വിട്ടാൽ ഒരു വീടുകളിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.